പരിശുദ്ധ പരമദിവ്യകാരണേ ഈശോയ്ക്ക് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണേ ഈശോയ്ക്ക് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണേ ഈശോയ്ക്ക് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അനുഗ്രഹസമ്പന്നനായ നല്ല ദൈവമേ, മക്കൾക്ക് നല്ല വിഭവങ്ങൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹത്തോടുകൂടെ കാത്തിരിക്കുന്ന പിതൃവാത്സല്യമേ, ഇന്നേ ദിവസം ഞങ്ങൾക്കായി നല്ല വിഭവങ്ങൾ ഒരുക്കി തന്ന് ഈ സായാഹ്നത്തിൻ്റെ പൂർണ്ണതയിൽ രാത്രിയോടടുക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചു ചേർത്തു. ഒരപ്പൻ്റെ അടുത്ത മക്കള് സ്നേഹവാത്സല്യങ്ങളോടുകൂടെ ഓടി വരുന്നത് പോലെ ഞങ്ങൾ ഈ സായാഹ്നത്തിൽ അവിടുത്തെ സ്ഥലത്തിലേക്ക് ഓടി വന്നിരിക്കുന്നു. വാത്സല്യമോടെ ഞങ്ങളെ സ്വീകരിച്ച് സ്നേഹത്തിൻ്റെ ചുടുചുംബനങ്ങൾ നൽകി ഇന്നിൻ്റെ പകലിൽ ഞങ്ങളിലൂടെ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് പിതൃവാത്സല്യത്തിൻ്റെ മഹനീയത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. പോകാൻ പാടില്ലാത്തവർക്ക് പോയതിനെ ഓർത്ത് അനുദപിക്കുന്നു. കാണാൻ പാടില്ലാത്തതിനെ കണ്ടതിനെ ഓർത്ത് അനുദപിക്കുന്നു. കേൾക്കാൻ പാടില്ലാത്തതിനെ കേട്ടതിനെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. പറയാൻ അനുവാദമില്ലാത്തതിനെ പറഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. ഈ വലിയ വീഴ്ചകളൊക്കെ ഞങ്ങളിലുണ്ടായെങ്കിലും മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തലോടലിൻ്റെ സ്നേഹവാത്സല്യവുമായി അടുത്ത് വിളിച്ചിരുത്തി മുറിവേറ്റ ഹൃദയങ്ങളെ തൊട്ട് സുഖപ്പെടുത്തി സൗഖ്യത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് നയിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. വലിയ വിപത്തുകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ദേശങ്ങളെയും രാജ്യങ്ങളെയും ഈ ലോകം മുഴുവനെയും അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൻ്റെ കീഴിൽ അങ്ങ് തലോടി സംരക്ഷിക്കണമേ. മാരകമായ വിപത്തുകളും ആശങ്കകളും ഒക്കെ മനുഷ്യകുലത്തെ ഇന്ന് വല്ലാതെ പിടിച്ചു കൊലുക്കുമ്പോൾ അതിരൊറ്റ സ്നേഹം, അളവില്ലാത്ത സ്നേഹം പങ്കുവെച്ചു തന്നുകൊണ്ട് ആ തിരുമാർവിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന വലിയ കാരുണ്യത്തിൻ്റെ ഭാഗം ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കുന്ന ദിവസമാണല്ലോ കർത്താവേ നാളത്തെ ദിവസം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണല്ലോ കർത്താവേ നാളത്തെ ദിവസം. പഴയതെല്ലാം കഴിഞ്ഞുപോയി പുതിയതിനെ അനുസ്മരിക്കുന്ന പുതിയ ഞായറാഴ്ചയുടെ അനുസ്മരണമാണല്ലോ കർത്താവേ നാളത്തെ ദിവസം. അങ്ങയുടെ കരുണയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നാളത്തെ പകലിനെ എത്തി നോക്കുവാൻ ഈ രാത്രികാലം ഞങ്ങളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് യാതൊരുവിധ ആപത്ത് അനർത്ഥങ്ങളും സംഭവിക്കാതെ സുഖമായി ജീവിക്കുവാൻ, നാളത്തെ പ്രഭാതത്തിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തുവാൻ, നാളത്തെ ദിവസത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തുവാൻ അങ്ങ് ഞങ്ങളെ ഇന്ന് പ്രാപ്തരാക്കിയിരിക്കുന്നത്. ആ കാരുണ്യത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. കർത്താവേ, ഇന്ന ദിവസം ഞങ്ങൾക്ക് അങ്ങ് തന്നവരെ എല്ലാവരെയും, ഞങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചവരെയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും, ഞങ്ങൾക്ക് വേണ്ടി കരുതലോടുകൂടി കാത്തിരുന്നവരെയും, ഞങ്ങളെ സന്ദർശിച്ചവരെയും ഒക്കെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. രോഗബാധിതമായ ലോകത്തെ, രോഗബാധിതരായ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട്, അവർക്ക് തക്കതായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാനായിട്ട് ഏറ്റവും അനുയോജ്യരായ അധികാരികളെ നൽകിയ നല്ല ദൈവമേ സ്തുതിക്കുന്നു. രോഗബാധിതരാവരെ ശുശ്രൂഷിക്കുവാൻ ഡോക്ടേഴ്സിനെയും സ്വന്തം കുടുംബത്തെയും നാടിനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ മറന്നുകൊണ്ട് സ്വന്തം ജീവനെ തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നഴ്സസിനെയും ആദര ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാ സഹോദരി സഹോദരങ്ങളെയും നിയമപാലകരെയും എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയേറിയ വാത്സല്യം അവർക്കും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
രോഗബാധയിലൂടെ മരണപ്പെട്ടു പോയ സകലരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി കൽപ്പിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും മുമ്പിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നിറമോ രാജ്യമോ രാജ്യാന്തരങ്ങളൊന്നും വ്യത്യാസങ്ങളില്ലാതെ ഒരുമയോടുകൂടി കാണപ്പെടുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ മനുഷ്യമക്കളെല്ലാവരും ചേർന്ന് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ അങ്ങ് ശ്രമിക്കണമേ. കർത്താവേ, വിലയുള്ളവരാണ് ഞങ്ങൾ, വിലയുള്ള ജീവിതത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള തിരിച്ചറിവില്ലാതെ വിലയില്ലാതെ ജീവിതം നയിച്ച് ഇപ്പോഴും ഈ ലോകത്ത് വ്യാപിച്ചിരിക്കുന്ന മഹാവിപത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ചെടിക അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ലഹരി വസ്തുക്കൾക്കും മദ്യത്തിനും മയക്കമരുന്നുകൾക്കും സുഖഭോഗങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ശാരീരിക രോഗങ്ങളാൽ വേദന അനുഭവിച്ചുകൊണ്ട് ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ സൗഖ്യദായകമായ കരത്തിന് കീഴിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ നല്ല ദൈവമേ, ശക്തമായിട്ടുള്ള അഭിഷേകം എല്ലാ മക്കൾക്കും കൊടുത്തുകൊണ്ട് എല്ലാവരെയും അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് പുണ്യപ്പെടുത്തണമേ. ഒരാടും ഒരിടയനും ഒരു തൊഴുത്തും എന്നുള്ള ആ ചിന്താഗതിയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും അങ്ങ് എത്തിക്കണമേ. ചേർന്ന് നിൽക്കുന്ന സാഖുകളാണെന്നുള്ള ബോധത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയവിഹ്വലരായി കഴിയുന്ന ഞങ്ങളെ ഈ ലോകം മുഴുവനെയും അങ്ങേ ആത്മാവിനെ അയച്ച് ഈ സമയം അങ്ങ് ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്ത് പുതിയ വ്യക്തികളാക്കി രൂപപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന്റെ വലിയ ഇടപെടലുകൾക്കായി അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, വാഗ്ദാനമായ അങ്ങ് ഞങ്ങളേക്ക് സമയം ഇറങ്ങി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സഹായകനായി ഞങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. നമ്മളായിരിക്കുന്ന സ്ഥലത്തായി പ്രാർത്ഥിക്കാം. നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. You're
സഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ഓ പരിശുദ്ധാത്മാവേ, അഗ്നിയായി ഞങ്ങളിലേക്ക് കവിഞ്ഞൊഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് എല്ലാ അശുദ്ധിയിൽ നിന്നും വിമോചിപ്പിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് നിക്കോദേമോസിനോട് കൽപ്പിച്ചരുളിയല്ലോ, ജലത്താലും അഗ്നിയാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിന് അർഹനല്ല എന്ന്. അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് ജലത്താൽ കഴുകപ്പെട്ട് പുതിയ സൃഷ്ടികളായി മാറുക എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഓ കർത്താവേ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കൊണ്ട് ഞങ്ങളെ അങ്ങ് ശുദ്ധീകരിക്കണമേ. യെശയ്യാ പ്രവാചകനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചരുളിയല്ലോ, കൊടിലുകൊണ്ട് തീക്കനലെടുത്ത് അദ്ദേഹത്തിന്റെ നാവിൽ സ്പർശിച്ച അദ്ദേഹത്തെ അശുദ്ധിയിൽ നിന്ന് വിമോചിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് യെശയ്യാ പ്രവാചകനെ അങ്ങ് എത്തിച്ചല്ലോ. അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് ഞാൻ, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ് ഞാൻ. ബലവാനും കർത്താവുമായ രാജാവിനെ എൻ്റെ ദാനങ്ങൾ ദർശിച്ചു. കർത്താവിനെ ഞാൻ മുഖാഭിമുഖം കണ്ട ഈ സ്ഥലം എത്ര പരിശുദ്ധമാണ്. ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രവാചകൻ പറയുമ്പോൾ ആ അശുദ്ധമായ അധരങ്ങളെ ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ടെടുത്ത തീക്കനലാൽ ആ നാവിനെ ശുദ്ധീകരിച്ച് ദൈവവചനത്തിൻ്റെ ഉത്തമ ശ്രേഷ്ഠമായ ഉപകരണമാക്കി, മൂർച്ചയുള്ള ഉപകരണമാക്കി മാറ്റുവാൻ മനസ്സായ പരിശുദ്ധാത്മാവേ, ഈ ലോകത്തിൻ്റെ അശുദ്ധിയൊക്കെയും പറ്റിപ്പറ്റിച്ച് അശുദ്ധമായ അധരങ്ങളോടുകൂടെ, അശുദ്ധമായ അധരങ്ങളുള്ളവരോടുകൂടെ ജീവിക്കുന്നവരായ ഞങ്ങളെ ഈ ദിവികാരുണ്യ അഗ്നി കൊണ്ട് ഒന്ന് ശുദ്ധീകരിച്ച് ദൈവവചനത്തിന് വേണ്ടി, ദൈവവചനം കൽപ്പിച്ചരുളുന്ന ജീവിത ശൈലിക്ക് വേണ്ടി ജീവിക്കുവാൻ പര്യാപ്തമാക്കണമേ. ഈ അഗ്നിയുടെ ശുദ്ധീകരണം ഞങ്ങളിൽ സംഭവിക്കാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവമേ, വീണ്ടും വീണ്ടും അശുദ്ധിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞുകൂടുകയും തിന്മ എന്താണെന്നോ നന്മ എന്താണെന്നോ വിവേചിച്ചറിയാൻ കഴിയാതെ അശുദ്ധിയിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞുകൂടുകയും തെസ്സലോനിക്കക്കാരോട് പൗലോസ് കൽപ്പിച്ചരുളിയല്ലോ, അശുദ്ധിയിലേക്കല്ല നീ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവില്ലാതെ കർത്താവെ വാക്കും പ്രവൃത്തിയും വിവേചിച്ചറിയുവാൻ കഴിവില്ലാത്ത വിവേകശൂന്യമായ ജീവിതശൈലിയുമായി, വിവേകശൂന്യമായ പ്രവർത്തികളുമായി കഴിഞ്ഞുകൂടുന്ന ഞങ്ങളെ ആത്മാവിനെ അയച്ച് ഒന്ന് ശുദ്ധീകരിച്ച്, ഒന്ന് വിശുദ്ധീകരിച്ച് ജലത്താൽ, ജോർദാൻ നദിയിലെ ജലത്താൽ ഞങ്ങളെ ഒന്ന് കഴുകി പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണല്ലോ പരമപ്രധാനമെന്ന് പൗലോസിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരുന്നത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ആ സൃഷ്ടിയായി മാറാത്തത് കൊണ്ടാണല്ലോ
ഞങ്ങൾ ഇന്ന് ലോകത്തിന്റെ ചപ്പൻ ചവറുമായി സകലവിധ ചാപല്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, സകലവിധ മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ, ഞങ്ങളുടെ ആന്തരികേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ, ശരീരത്തെ നിയന്ത്രിക്കാതെ, തീയായ നാവിനെ നിയന്ത്രിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ, ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, ശാപങ്ങളിൽ നിന്ന്, പാപത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായകനായി എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ അങ്ങ് സഹായം കൽപ്പിച്ചരുളണമേ. കർത്താവെ, അങ്ങയുടെ സ്വന്തമാക്കി അങ്ങ് ഞങ്ങളെ രൂപപ്പെടുത്തണമേ. അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ തിരിച്ചറിയുവാനുള്ള വിവേകത്തിന്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമേ, അങ്ങേ പിതാവേ എന്ന് വിളിക്കുവാൻ, അബ്ബാ എന്ന് വിളിക്കുവാൻ ഞങ്ങളുടെ നാവുകളെ അങ്ങ് ശുദ്ധീകരിച്ചെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, പുതിയ സൃഷ്ടികളാക്കി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തിനോടുകൂടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിച്ചരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നല്ല ദൈവമേ, വെളിപാട് ഗ്രന്ഥത്തിന്റെ 19-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ തിരുവചനത്തെ ഞങ്ങൾ വായിക്കുന്നു. വെളിപാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായം 5-ാം തിരുവചനം ഞങ്ങൾ വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിന്റെ ദാസന്മാരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ എല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുമെന്ന്. സിംഹാസനത്തിൽ വസിക്കുന്നവനായ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചരുളുന്ന ആ സ്വരം ഞങ്ങൾ ഈ സമയം കേൾക്കുകയും, ഈ ദിവികാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന, ഈ ദിവികാരുണ്യ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുടെ സ്വരം ഞങ്ങൾ ഈ സമയം കേൾക്കുകയും, ദൈവത്തെ ഭയപ്പെടുന്ന അവിടുത്തെ എല്ലാ ദാസന്മാരും ദാസിമാരും ചെറിയവരും വലിയവരും എല്ലാം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന ആ സ്വരം ഞങ്ങൾ ഈ സമയം ശ്രമിക്കുകയാണ്. കർത്താവേ, അശുദ്ധിയിലൂടെ നടന്നു നീങ്ങുന്നവർക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് കഴിയുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോഴും അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, ശരീരത്തെ ദുരുപയോഗിച്ചുകൊണ്ട്, വികാരങ്ങളെ നിയന്ത്രിക്കാതെ, ഈ ലോകത്തിൻ്റെതായ എല്ലാ മ്ലേച്ഛതകളെയും ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവത്തെ മറന്ന്, ദൈവിക മൂല്യങ്ങളെ മറന്നുകൊണ്ട് കർത്താവെ മുന്നോട്ട് പോകുന്ന ആർക്കും അങ്ങയുടെ ഈ സ്വരം സിംഹാസനസ്ഥനായ അങ്ങ് അരുളി ചെയ്യുന്ന, ഈ ദിവികാരുണ്യ സിംഹാസനത്തിൽ എഴുതുകൊണ്ട് അങ്ങ് അരുളി ചെയ്യുന്ന, അങ്ങയെ സ്തുതിക്കുക എന്ന് പറയുന്ന ഈ വാക്കുകളെ ഉൾക്കൊള്ളാനായിട്ട് കഴിവില്ലാത്തവരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഈ സിംഹാസനത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട്, ഈ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്ന ഈ മണ്ണിലിരുന്നു കൊണ്ട് കർത്താവെ, ചെറിയവരും വലിയവരുമായ ഞങ്ങള്, അങ്ങയെ ഭയപ്പെടുന്നവരായ ഞങ്ങൾ ഒന്ന് ചേർന്നുകൊണ്ട് ആ നാമത്തെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ സ്തുതിപ്പിനെ സ്വീകരിക്കണമേ. വലിയ ജനക്കൂട്ടത്തിന്റെ പെരുവെള്ളത്തിന്റെ ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ സ്വരം ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഞങ്ങളുടെ കർണപടങ്ങളെ അങ്ങ് തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പെരുവെള്ളത്തിന്റെ ഗംഭീരമായ ഇടിമുഴക്കം കർത്താവെ ഞങ്ങൾ കേൾക്കുകയാണ്. ഹല്ലേലൂയ. സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തെ, ദൈവം കർത്താവായിട്ട് വാഴുന്നു എന്നുള്ള ആ വലിയ സ്വരത്തെ കേൾക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളുടെ കാതുകളെ തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കാതിന്റെ കുറഞ്ഞുപോയ കേൾവിശക്തിയെ ഈ സമയം അങ്ങ് തുറന്നു തരണമേ. പെരുവെള്ളത്തിന്റെ മുഴക്കം പോലെ, ഗംഭീരമായ ഇടിനാദം പോലെയുള്ള അങ്ങയുടെ സ്വരത്തെ തിരിച്ചറിയുവാൻ, കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ അങ്ങ് തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
ആനന്ദിച്ച് ആർപ്പ് വിളിക്കാം, ആഹ്ലാദിക്കാം എന്നുള്ള ദൈവത്തിന്റെ വചനത്തെ ശ്രവിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങേക്ക് മഹത്വം നൽകാം. കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു, അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ വലിയ സ്വരത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആനന്ദത്തോടെ ആർപ്പ് വിളികളോടുകൂടെ അവിടുത്തെ മഹത്വത്തിന് മുമ്പാകെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ പാടി ആരാധിക്കുകയാണ്. കർത്താവേ, ഈ എളിയവരായ ഞങ്ങളുടെ ഈ സ്തുതിപ്പിന്റെ പ്രകരണങ്ങളെ, ഈ പ്രാർത്ഥനാ മന്ത്രങ്ങളെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളിൽ സംപ്രീതനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തെ അനുഗ്രഹിക്കണമേ. രോഗബാധിതമായ ശരീരത്തോട് എല്ലാവരെയും, ആശുപത്രിയിലായിരിക്കുന്ന അഭിവന്യ അനുഗ്രഹിക്കാത്ത പിതാവിനെയും ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ രോഗികളെയും ഈ സമയം അങ്ങ് സുഖപ്പെടുത്തണമേ. കൊറോണ രോഗബാധിതരായുള്ളവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Hosanna.
വിശുദ്ധ വചനങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ്. നീ ദൈവത്തെ ആരാധിക്കുക, യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. ഈശോയെ അങ്ങയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ ലോകത്തിൻ്റെ മുമ്പാകെ അങ്ങയെ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ള വലിയ ദൗത്യമാണല്ലോ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ പുത്രനായ ഈശോയെ ആരാധിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അങ്ങേ ആരാധിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും കർത്താവേ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞങ്ങൾ ഉപയോഗിക്കുകയും ചെറുപ്പക്കാരനായ മനുഷ്യൻ, ധനാഢ്യനായ മനുഷ്യൻ അങ്ങയുടെ അടുത്ത് വന്ന് ചോദിച്ചത്, പ്രഭോ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത് എന്നാണല്ലോ. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല നന്മകളുടെയും പൂർത്തീകരണമായ അങ്ങ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തത്, നീ എന്നെ എന്തിന് നല്ലവനെന്ന് വിളിക്കുന്നു? നല്ലവനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് പിതാവായ ദൈവമാണ് എന്ന്. ഈശോയെ, അങ്ങ് നല്ലവനായിരുന്നിട്ടും നന്മകളുടെ പൂർത്തീകരണമായിരുന്നിട്ടും പിതാവിൻ്റെ അത്രയും നന്മ അങ്ങയിലില്ല എന്ന് അങ്ങ് പറയുന്നതിൻ്റെ കാരണം മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തിൽ മനുഷ്യ ആകൃതിയിൽ അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യരോടൊത്ത് വസിച്ചത് കൊണ്ട് തന്നെയാണല്ലോ. മനുഷ്യനിൽ പൂർണ്ണമായ നന്മയില്ല എന്ന് അതുവഴി അങ്ങ് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നുവല്ലോ ചെയ്തത്. ഒരു മനുഷ്യനിലും നന്മയില്ല, എല്ലാ മനുഷ്യനിലും പൂർണ്ണമായ നന്മയില്ല. പൂർണ്ണമായ നന്മയിലേക്ക് പോകുവാനായിട്ട് ചില വ്യവസ്ഥകളുണ്ട് എന്ന് അങ്ങ് പഠിപ്പിക്കുകയാണല്ലോ ആ ചെറുപ്പക്കാരനെ എടുത്ത് ചെയ്തത്. നീ പൂർണ്ണനാകാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നന്മയുടെ പൂർണ്ണതയിലേക്ക് നീ എത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങളെല്ലാം പഠിക്കണമെന്ന് അങ്ങ് ആ ചെറുപ്പക്കാരനെ, ആ ധനാഢ്യനായ ചെറുപ്പക്കാരനെ ആ ചുരുങ്ങിയ നിമിഷങ്ങൾ കണ്ട് പഠിപ്പിക്കുവാനായിട്ട് മനസ്സ് വെച്ചുവല്ലോ. കർത്താവെ, പൂർണ്ണനാകാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം എന്താണ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കണമെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ ചെറുപ്പക്കാരൻ വലിയ ആവേശത്തോടുകൂടെ, വലിയ സന്തോഷത്തോടുകൂടെ അങ്ങയോട് വിളിച്ചു പറഞ്ഞുവല്ലോ, ഗുരു, പ്രമാണങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, ചെറുപ്പം മുതലേ ഞാൻ അവയെല്ലാം പ്രാവർത്തികമാക്കുന്നുമുണ്ട്. പഠിക്കുക മാത്രമല്ല, ചെറുപ്പം മുതലേ ഞാനത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക കൂടെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങ് അവനെ ശ്ലാഘിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത്, പ്രമാണങ്ങളെല്ലാം നിനക്കറിയാം, നീ അവയെല്ലാം ചെറുപ്പം മുതലേ അനുവർത്തിക്കുക ചെയ്യുന്നുമുണ്ട്. എന്നാൽ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്ന നിനക്ക് ഇനിയും ഒരു കുറവ് അവശേഷിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോൾ ആ ചെറുപ്പക്കാരനൊരു പക്ഷേ വലിയ ആകുലതയോടുകൂടെ, ആകാംക്ഷയോടുകൂടെ അങ്ങയുടെ മുഖത്തേക്ക് ഒറ്റുനോക്കുന്നതായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഇത്രയും പ്രമാണങ്ങളെല്ലാം ഒരു കുറവും കൂടാതെ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഇനിയും തനിക്ക് എന്താണ് ഒരു കുറവ് എന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ മുമ്പാകെ ഒരു കുറവും കൂടാതെ അവൻ ജീവിക്കുകയും ദൈവപ്രമാണങ്ങൾ മുഴുവനും ഒരു കുറവും കൂടാതെ അവൻ അനുസരിക്കുന്നു, പ്രാവർത്തികമാക്കുന്നു. കേട്ടുകൊണ്ട് നിന്നവരൊക്കെ അത്ഭുതത്തോടുകൂടി ഗുരുവിൻ്റെ മുഖത്തേക്കും ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്കും നോക്കി നിൽക്കുമ്പോൾ ഗുരുവെ, അങ്ങ് കൽപ്പിച്ചരുളിയത് ഒരു പ്രധാനപ്പെട്ട വാചകം തന്നെയാണല്ലോ. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നീ കൊടുക്കുക, അതിനുശേഷം വന്ന് നീ എന്നെ അനുഗമിക്കുക. സമ്പത്തിനെയും ദൈവത്തെയും ഒരേപോലെ സ്നേഹിക്കുവാനായിട്ട്, പെൻചൊല്ലുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ആ വലിയ സത്യത്തെയാണല്ലോ അങ്ങ് വിളിച്ചരുളിയിരിക്കുന്നത്, വിളിച്ചോതിയിരിക്കുന്നത്. കർത്താവെ, സമ്പത്തിനെ അമിതമായി സ്നേഹിച്ചുകൊണ്ട്
ദൈവപ്രമാണങ്ങളൊക്കെ ഒരു കുറവും കൂടാതെ അനുസരിക്കുകയും കൂദാശ ജീവിതമൊക്കെ നയിക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ സമ്പത്തിനെ അമിതമായി സ്നേഹിച്ചുകൊണ്ട് അങ്ങയെ ഹൃദയത്തിൽ സ്നേഹിക്കാതെ, ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥാനം കൊടുക്കാതെ മുന്നോട്ട് പോകുന്നവരാണല്ലോ കർത്താവേ ഈ ലോകത്തിലുള്ള അധികം ആളുകളും. ഈ ലോകത്തിലുള്ളവർക്ക് കർത്താവേ സമ്പത്തിന്റെ പിറകെ പോകുന്നതിനിടയിൽ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയെ സ്നേഹിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവേ, കുറവുകളുള്ളവരാണ് ഞങ്ങൾ. ഈ സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും അധികാരങ്ങളുടെയും ഒക്കെ പിറകെ ഞങ്ങൾ പോവുകയാണ്. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ്, പൂർണ്ണനായ വ്യക്തിയാണ് ഞാനെന്ന് ഞാൻ എന്നിൽ തന്നെ അഭിമാനം കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കർത്താവേ ഞാനൊരു അപൂർണനാണ് എന്ന് ആ ചെറുപ്പക്കാരനോട് അങ്ങ് പറഞ്ഞു തന്ന വചനം എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അങ്ങ് പറഞ്ഞു തരുന്നത് എന്നുള്ള ആ തിരിച്ചറിവ് എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ആ ചെറുപ്പക്കാരൻ അങ്ങയുടെ അടുത്ത് പൂർണ്ണനാകാൻ ആഗ്രഹിച്ച് കടന്നു വന്ന ചെറുപ്പക്കാരൻ മ്ലാനവദനനായിട്ട് മുഖം കുരിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ തിരിച്ചുപോയി എന്ന് ഞങ്ങൾ വചനത്തിൽ വായിച്ചു പഠിക്കുകയാണ്. കാരണം അവൻ ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒത്തിരിയേറെ സമ്പത്തുള്ളവന് ആ സമ്പത്തിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, ദൈവത്തെ പൂർണ്ണാത്മാവോടെ അംഗീകരിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് കർത്താവെ ഞങ്ങളും തിരിച്ചറിയുകയാണ്. സമ്പത്തിന്റെ വലിയ ഭ്രമത്തിന്റെ പുറകെ ഞങ്ങൾ പോയപ്പോൾ, സമ്പത്ത് കുന്നിച്ചു കൂട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നേടിയതൊന്നും പോരാ, നേടിയതത്രയും പോരാ, ഇനിയും നേടണം, ഇനിയും സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഹൃദയത്തിൽ കർത്താവേ അങ്ങേക്ക് സ്ഥാനം തരാനായിട്ട് ഞങ്ങൾ മറന്നുപോയി. ഞങ്ങൾ പുറമെയൊക്കെ അങ്ങയെ സ്നേഹിച്ചു, പുറമെയൊക്കെ അങ്ങയെ ഞങ്ങൾ സ്തുതിച്ചു, പുറമെയൊക്കെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി, ദേവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു, കൂദാശകൾ പങ്കെടുത്തു, കുർബാന ഞങ്ങൾ സ്വീകരിച്ചു, കൂദാശകളെ ഞങ്ങൾ നവീകരിച്ചു, സൽപ്രവർത്തികൾ ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു. സൽപ്രവർത്തികളിലൂടെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാകെ വലിയ ആളുകളാണ് എന്ന് വരുത്തി തീർത്തു. പക്ഷേ കർത്താവേ, ഞങ്ങൾ ഈ രാത്രിയിൽ തിരിച്ചറിയുകയാ, ഹൃദയത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ പ്രതിഷ്ഠിക്കുവാൻ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ, അങ്ങേക്ക് ആരാധനകൾ ഹൃദയത്തിലൂടെ അർപ്പിക്കുവാൻ, ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ, ഹൃദയത്തെ അഗ്നിയിലൂടെ ശുദ്ധീകരിച്ച് ജലത്താൽ കഴുകുവാൻ നല്ല തമ്പുരാനെ ഞങ്ങൾക്ക് സാധിക്കാതെ പോയി എന്നുള്ള തിരിച്ചറിവ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ ലോകത്തിന്റെ സമ്പത്തും ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളും ഞങ്ങളുടെ തന്നെ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങളുമൊക്കെ വലിയ സമ്പാദ്യങ്ങളാണ് എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അതൊക്കെ ശൂന്യമാണ്, നിശൂന്യമാണ്, മായയാണ്, മിഥ്യയാണ്, സകലതും മിഥ്യയാണ് എന്ന തിരിച്ചറിവ് ഈ രാത്രിയിൽ ഈ ദിവ്യകാരുണ്യനാഥൻ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങയെ സ്നേഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ പക്കലേക്ക് കടന്നു വരികയാ. ഞങ്ങളെ അങ്ങ് സ്വീകരിച്ച് പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മ്ലാനവദനരായി പോകാതെ, മുഖം കുനിച്ചു പോകാതെ, തല ഉയർത്തി മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും
സ്നേഹിക്കുന്നു. ഈ ലോകസമ്പത്തിനേക്കാൾ, ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. കർത്താവേ, ലോകം മുഴുവനും വല്ലാത്ത ഭീതിയിലൂടെ വല്ലാത്ത ആശങ്കകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന മഹാവ്യാധി ശമനം കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മരണസംഖ്യ പല രാജ്യങ്ങളിലും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിലും ലോകത്തിൻ്റെ ശക്തി രാഷ്ട്രങ്ങളിലുമൊക്കെയും ഈ മഹാവ്യാധി യാതൊരു ഭയവും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സൈന്യങ്ങളും കരകടലാകാശ മാർഗങ്ങളിലൂടെയുള്ള എല്ലാ സുരക്ഷിതത്വ സംവിധാനങ്ങളുമുള്ള രാജ്യങ്ങളിലും രാജ്യങ്ങളുടെ സമ്പത്ത് ഏറ്റവും അധികമായി രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചുകൊണ്ട് രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അത്യന്താധുനികമായിട്ടുള്ള യന്ത്രസാമഗ്രികളും യുദ്ധോപകരണങ്ങളുമൊക്കെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് രാജ്യത്തെ ശത്രുകരങ്ങളിൽ നിന്ന്, അയൽ രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന്, ഭീകരപ്രവർത്തകരുടെ ഭീകരാക്രമണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴും ദൈവമേ, യാതൊരു ഭയവും യാതൊരു ഭീതിയും കൂടാതെ കൊറോണ വൈറസ് ഓരോ രാജ്യങ്ങളിലൂടെയും കടന്നുപോയി അനേകായിരങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. വലിയ അണുബോംബ് വീണ് കൊല്ലപ്പെടുന്നത് പോലെ ജനങ്ങൾ ഓരോ നിമിഷവും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. രോഗബാധിതരായവര് അനേക ലക്ഷങ്ങള് ആശുപത്രികളിൽ സുഖപ്പെടുത്തണമേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുകയും അനേകായിരം ഡോക്ടർമാരും നഴ്സുമാരും മറ്റാതുര ശുശ്രൂഷകരുമൊക്കെ ഉറക്കിളച്ച് തങ്ങളുടെ തന്നെ ആരോഗ്യവും തങ്ങളുടെ തന്നെ കുടുംബവും കുടുംബ പശ്ചാത്തലങ്ങളും കുടുംബാംഗങ്ങളെയും എല്ലാം മറന്ന് രോഗബാധിതരായിട്ടുള്ള തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രലോകം ഇതുവരെയും ഈ രോഗത്തെ ചെറുത്തു നിൽക്കുവാനായിട്ട് കഴിവുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിവില്ലാതെ വിയർപ്പ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. രാപകൽ അവരും അധ്വാനിക്കുകയും
രാജ്യങ്ങളെ നയിക്കുന്ന ഭരിക്കുന്ന അധികാരികള് തങ്ങളുടെ സൂക്ഷ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരിൽ ആരും ഒരാൾ പോലെയും അടുത്ത നിമിഷം മരിച്ചു വീഴരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവരും നിയമപാലന വേദിയിലായിരിക്കുന്ന പോലീസ് ഓഫീസർമാരും ഫയർഫോഴ്സുകാരും മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഇവരൊക്കെ അധ്വാനിക്കുകയും ഇവരൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും ഈ അണുബാധ നിർബാധം തുടരുകയാണ്. ഈ അശ്വമേധത്തെ പിടിച്ചു കെട്ടുവാൻ നിയന്ത്രണമില്ലാതെ കടിഞ്ഞാണില്ലാതെ പോകുന്ന കുതിരയെ പോലെ പായുന്ന ഈ അശ്വമേധത്തെ പിടിച്ചു കെട്ടുവാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലോകമെല്ലാം കർത്താവേ ഇന്ന് അങ്ങേ വിളിച്ച് ഒരു മനസ്സോടെ, ഒരു ആത്മാവോടെ, ഒരു ഹൃദയത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഈ ആകാശത്തെ പിടിച്ചു കെട്ടുവാനായിട്ട് കഴിയുകയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതിയൊക്കെ ഇന്ന് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അന്തരീക്ഷമൊക്കെ മലിനീകരണത്തിൽ നിന്ന് അണുവിമുക്തമായിരിക്കുന്നു. കർത്താവേ, പക്ഷെ മനുഷ്യൻ മാത്രം ഈ അണുബാധയിൽ നിന്ന് വിമുക്തനാകുന്നില്ല. കർത്താവെ, അന്തരീക്ഷ മലിനീകരണം എല്ലാം കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങളുടെ ക്രമാതീതമായ വർധന ഈ ലോകത്തെ വലിയ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതെല്ലാം ഇന്ന് കുറഞ്ഞു. പ്രകൃതി ഇന്ന് മറുതലിക്കുന്ന അവസ്ഥയിൽ നിന്ന് ശാന്തമായിരിക്കുന്നു. തോടും പുഴകളും എല്ലാം കർത്താവെ ശുദ്ധീകരിക്കപ്പെട്ടു. വൃക്ഷലതാദികളൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അന്തരീക്ഷത്തിലെ കർത്താവെ ഓക്സിജൻ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാർബണിന്റെ അളവ് പ്രകൃതിയിൽ കുറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കർത്താവെ ഞങ്ങൾ അംഗീകരിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നാൽ കർത്താവെ, ഞങ്ങൾ സങ്കടത്തോടെ പ്രാർത്ഥിക്കട്ടെ. രോഗബാധിതരായി കഴിയുന്ന അനേക ലക്ഷങ്ങളെ അങ്ങ് സുഖപ്പെടുത്തണമേ. ഇനിയും ഞങ്ങളുടെ കേരളത്തിൽ സുഖപ്പെടാനായിട്ടുള്ള രോഗാവസ്ഥയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങ് സുഖപ്പെടുത്തണമേ. ഇനിയും ഞങ്ങളുടെ കേരളത്തിൽ രോഗബാധിതരായി സ്ഥിരീകരിക്കപ്പെടുന്നവരാരും ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങളുടെ ഭാരതത്തിൽ കർത്താവെ, രോഗബാധിതരുടെ എണ്ണം കുറയുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇനിയും രോഗബാധിതരുടെ എണ്ണം ഒരു സംസ്ഥാനത്തും കൂടാനായിട്ട് ഇടയാവരുത് എന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ ഇന്ത്യ, ഞങ്ങളുടെ ഭാരതം, ഞങ്ങളുടെ ലോകത്തിന് മുഴുവനും മാതൃക നൽകി മുന്നോട്ട് പോകുമ്പോൾ അലസതയോടുകൂടെ കർത്താവെ ആരും ആ കാര്യത്തെ കാണാതിരിക്കട്ടെ. ലാഘവ ബുദ്ധിയോടുകൂടെ ഇതിനെ കർത്താവെ ആരും കാണാതിരിക്കട്ടെ. ഈ കഴിഞ്ഞ നാളുകളിൽ ജനം മുഴുവനും സഹിച്ച, അധികാരികളും ശുശ്രൂഷകരും സഹിച്ച ഈ വലിയ ത്യാഗത്തെ ഏതാനും വ്യക്തികൾ മുതലെടുക്കാതിരിക്കാൻ ഇടയാകാതിരിക്കട്ടെ കർത്താവെ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കോ തൊഴിലിനോ വേണ്ടി ആരും വളഞ്ഞ മാർഗങ്ങളിലൂടെയോ കള്ളമാർഗങ്ങളിലൂടെയോ ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് കയറി വന്ന് അവിടങ്ങളിലുള്ള രോഗബാധയെ ഇവിടേക്ക് പകർച്ചവ്യാധി എന്ന വണ്ണം എത്തിക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ കർത്താവെ. രോഗബാധിതരായ അനേകം പേര്, വേറെ ആളുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ദേശത്തുമൊക്കെയുണ്ട്. ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുമൊക്കെയുണ്ട്. മറ്റോതര രോഗികളുണ്ട്. ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. രക്തസമ്മർദ്ദം അമിതമായിട്ടുള്ളവരുണ്ട്. ക്രമാതീതമായിട്ട് കർത്താവെ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ രോഗങ്ങളെയൊക്കെ അങ്ങ് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗബാധിതനായ ആശുപത്രിയിൽ കഴിയുന്ന അഭിമന്യ മാത്യു ആനികൾക്കാരുടെ പിതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെയും ശുശ്രൂഷകരെയും ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ ശുശ്രൂഷയെ അങ്ങ് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ആ വലിയ രക്തത്തിലടങ്ങിയിരിക്കുന്ന സാരിയുടെ അളവിനെ അങ്ങ് കുറച്ചു കൊടുത്തുകൊണ്ട് അങ്ങ് അദ്ദേഹത്തെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡയാലിസിസ് ഒക്കെ കർത്താവെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്
ഏറ്റവും അനുയോജ്യമായ രീതിയിൽ മാറട്ടെ. ആ രോഗപ്രതിരോധ മാർഗം അദ്ദേഹത്തിന്റെ രോഗബാധിതമായ ശരീരത്തിന്റെ സൗഖ്യത്തിനുള്ള അച്ചാരമായി ഭവിക്കട്ടെ. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന എല്ലാവരും ആ ശുശ്രൂഷയിൽ വ്യാപൃതരായി മാറട്ടെ. പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളെ അങ്ങ് സ്വീകരിച്ച് ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രൂപത കുടുംബം മുഴുവനും, ഇപ്പോൾ ഞങ്ങളുടെ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യം നെല്ലിക്കുന്നേൽ പിതാവും, രൂപതയിലെ വൈദിക സമൂഹം, സന്യാസ സമൂഹവും, അൽമായ സമൂഹവും, നാനാജാതി മതസ്ഥരും ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ സ്വീകരിച്ച് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അബദ്ധ ചിന്തകൾ പങ്കുവെച്ചു കൊടുക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവെ വലിയ സൗഖ്യാനുഭവം, മാനസാന്തര അനുഭവം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗബാധിതമായ ലോകത്തിലെ മറ്റെല്ലാ സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുകയും കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട് അതിൻ്റെ അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുന്ന ഗർഭിണികളായിട്ടുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഈ രോഗബാധിതമായ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടുവാനായിട്ടുള്ള വലിയ അവസരം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ യുവജനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന വിവാഹങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇടപെടലുകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അവിടങ്ങളിൽ ഈ രോഗബാധ നിർബാധ തുടരുന്നതിനാൽ ജോലി നഷ്ടപ്പെട്ടു പോകുമോ, വിസ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയും ഭയവും ആകുലതയും ഒക്കെ ഉണ്ട്. അവരുടെ ജോലി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്ക് തുടരാൻ അവർക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും അവരുടെ ജോലികൾ ഈ അണുബാധയ്ക്ക് ശേഷം തിരിച്ചു ചെല്ലുമ്പോൾ ജോലി കിട്ടുന്നതിന് വേണ്ടി, ആ ജോലിയിൽ തുടരുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ കർത്താവ് കഴിയുന്ന പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, ഭാരതത്തിൽ നിന്ന് വിവിധങ്ങളായ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേരളത്തിൽ നിന്ന് ഇനി ഒരു മരണവും വിദേശ രാജ്യങ്ങളിൽ രേഖപ്പെടുത്തുവാൻ ഇടയാകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ ഇടപെടലുകൾ മറ്റു രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വിറ്റ്സർലാൻഡിലും സിംഗപ്പൂരിലും മലേഷ്യയിലും കുലാലംപൂരിലും ഒക്കെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റ് അയൽ രാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിലും ജോർജിയയിലും ഒക്കെ പഠനത്തിനോ ജോലിക്കുമായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയിൽ ജോലിക്ക് പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി, ഞങ്ങളുടെ സന്യസ്തർക്ക് വേണ്ടി, ജോലിക്കായി അവിടെ പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകമായ കരം അവിടെ എല്ലാം അങ്ങ് നീട്ടിക്കൊണ്ട് തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം കർത്താവെ ഈ ലോകത്തിന് മുഴുവനും കൊടുത്തുകൊണ്ട് അവരെല്ലാവരെയും സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇടപെടലുകൾ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലും ഞങ്ങളുടെ കേരളത്തിലും കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിലും പ്രത്യേകിച്ച് ഇനിയും 24-ാം തീയതി മുതൽ 20-ാം തീയതി മുതൽ തുടരുവാനായിരിക്കുന്ന ആ വലിയ നിയന്ത്രണ മേഖലകളിലെല്ലാം അങ്ങ് കൊടുത്തുകൊണ്ട് അവിടെ എല്ലാം സൗഖ്യദായകമായ കരസ്പർശനം കൊടുത്തുകൊണ്ട് തിരക്തത്തിന്റെ സംരക്ഷണം കൊടുത്തുകൊണ്ട് അവരെയും ഏറ്റവും നേരത്തെ ഇടുക്കി കോട്ടയം ജില്ലകളെ പോലെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കർത്താവേ, ലോകത്തിനങ്ങ് നൽകുന്ന ഈ വലിയ സൗഖ്യത്തെ ഓർത്ത്, സൗഖ്യദായകമായ അനുഭവങ്ങളെ ഓർത്ത് കർത്താവെ ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ സന്തോഷത്തെ ഓർത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങയെ പാടി പുകഴ്ത്തുന്നു. ഈ ലോകത്തിന് മുഴുവനും ഞങ്ങളുടെ കേരളത്തിലും ഞങ്ങളുടെ ഭാരതത്തിലും അങ്ങ് നൽകുന്ന ഈ സൗഖ്യദായകമായ അനുഭവങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വലിയ വിപത്തുകൾ ഞങ്ങളെ സംരക്ഷിക്കുന്നു.
രക്ഷിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾക്ക് അങ്ങ് ആശീർവാദം നൽകുവാനായിട്ട് തയ്യാറാകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴ നൽകിക്കൊണ്ട് ഞങ്ങളുടെ മണ്ണിനെ ആശീർവദിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ, രോഗബാധിതരായുള്ളവരെ അങ്ങ് ആശീർവദിക്കണമേ, സൗഖ്യദായകമായ കരം നീട്ടി ഞങ്ങളെ സൗഖ്യപ്പെടുത്തി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.
കർത്താവായ യേശുവേ, നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അങ്ങയെ ഞങ്ങൾ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുമ്പിലായിരുന്നു. പിതൃവാത്സല്യത്തോടെ അങ്ങ് ഞങ്ങളെ തലോടി ഞങ്ങളുടെ മുറിവുകളെ അങ്ങ് വെച്ച് കെട്ടി എണ്ണയും വീഞ്ഞു ഒഴിച്ച് ഞങ്ങളുടെ മുറിവുകളെ അങ്ങ് സുഖപ്പെടുത്തി ഞങ്ങളെ അഭിഷേകം ചെയ്തു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ കനിയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരോട്, ഞങ്ങളുടെ സഹോദരങ്ങളോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് അങ്ങ് കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോ ഞങ്ങളുടെ സഹോദരങ്ങളോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോ ഞങ്ങളുടെ സമൂഹമോ ഞങ്ങളുടെ ഇടവകയോ വഴി വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നു. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഉച്ചരിപ്പിച്ച് അങ്ങയോട് ചേർത്ത് നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരായ ആശുപത്രികളിലെ ഭവനങ്ങളിൽ കഴിയുന്ന വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളാൽ ഭവനങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന അഭിവന്യ മാത്യു ആനിക്കുഴിക്കാട്ടിലെ പിതാവിനെ പൂർണ്ണമായ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ച് പൂർണ്ണമായ സൗഖ്യത്തോടുകൂടെ അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന അഭിമന്യ ജോൺ നെല്ലിക്കുന്നിൽ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെയും സേവനങ്ങളെയും പ്രാർത്ഥനകളെയും അങ്ങ് സ്വീകരിക്കണമേ. രൂപതയിലെ വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശുദ്ധിയോടെ മുന്നോട്ട് പോകുവാൻ അവരെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഇടുക്കിയിലെ രൂപതയിലെ എല്ലാ പ്രിയപ്പെടാൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാവര സമൃദ്ധിയാൽ അവരെ അങ്ങ് നിറയ്ക്കണമേ. നല്ല ഈശോയെ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക്, സന്യാസ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടങ്ങളിൽ അവർ അനുഭവിക്കുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളുമെല്ലാം അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കാനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ സമയത്ത് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കൾ, സ്വിറ്റ്സർലാൻഡിലും അതുപോലെ സിംഗപ്പൂരും കൊലാലംപൂരിലും മലേഷ്യയിലുമൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ കുവൈറ്റിലും ബഹറിലും ദുബായിലും ഷാർജയിലും മസ്കറ്റിലുമൊക്കെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, അവരൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളിൽ, അവരുടെ പ്രിയപ്പെട്ട മക്കളിൽ, അവരുടെ കുഞ്ഞുങ്ങളിൽ, അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവിടുത്തെ കൃപാകടാക്ഷം ധാരാളമായി കൊടുത്ത് അവരെയൊക്കെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികർ, സന്യസ്തർക്ക്, മറ്റ് ജോലി കാര്യങ്ങൾക്കായി പോയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, അവിടുത്തെ കൃപാകടാക്ഷം എല്ലാ മക്കളുടെ മേൽ അങ്ങ് അത് എഴുതിപ്പിക്കണമേ. അവർക്കൊക്കെ അങ്ങ് കൂട്ടാണ് എന്നുള്ള ബോധ്യം കൊടുത്ത് അവരെല്ലാവരെയും ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, ഞങ്ങൾ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഞങ്ങൾ കൃഷിയിടങ്ങളെയും ലേഖനങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജലസ്രോതസ്സുകളെ, ഡാമുകളെയും തോടുകളെയും പുഴകളെയും കിണറുകളെയും കുളങ്ങളെയും എല്ലാം അങ്ങ് ജലസമൃദ്ധിയാൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മണ്ണിനെ കൃഷിയോഗ്യമാക്കി മാറ്റണമേ. ഉണങ്ങി വരണ്ടു കുരങ്ങി ഞങ്ങളുടെ കൃഷിദേഹങ്ങളെ കർത്താവെ പച്ചപ്പുള്ളതാക്കി മാറ്റണമേ. പുൽമേടുകൾ പച്ചപ്പുള്ളതായി മാറട്ടെ. ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല തമ്പുരാനെ, ആകാശവിധാനങ്ങൾ തുറന്ന് മഴത്തുള്ളികളെ ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് അങ്ങ്
സ്പർശിക്കണമേ. പെയ്യാൻ മടിച്ചു നിൽക്കുന്ന മഴമേഘങ്ങളെ അങ്ങ് മഴത്തുള്ളികളാക്കി ഈ മണ്ണിലേക്ക് പെയ്തിറക്കണമേ. കാവ്യകളുടെ ഉണങ്ങി കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏലവും കുരുമുളകും ഒക്കെ ഞങ്ങളുടെ മറ്റു നാണ്യവിളകളൊക്കെ കർത്താവെ പച്ച പിടിച്ചതായി മാറട്ടെ. ഇനി കൃഷിയോഗ്യം അല്ലാത്ത മാറിക്കൊണ്ടിരിക്കുന്ന മണ്ണിനെ കർത്താവെ കൃഷിയോഗ്യമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. നല്ല തമ്പുരാനെ, അവിടുത്തെ ശക്തമായ അഭിഷേകം ആശീർവാദം നൽകി ഞങ്ങളെ വിശദീകരിച്ച് അങ്ങയുടേതാക്കി മാറ്റണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ.